എവറി ഡേ യു നീഡ് ന്യൂ എനർജി. ഈശോയുടെ ആ സ്നേഹത്തെക്കുറിച്ച് വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ല, ഓരോ ദിവസവും അവിടുത്തെ സ്നേഹം പുതിയതാണ്. അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും ഈശോയുടെ സ്നേഹം കിട്ടുന്ന നമ്മളും പുത്തനായിട്ടിരിക്കണം. ഫ്രീ ആയിട്ട് വേണം അധ്വാനിക്കാൻ. നാളെ പഠിക്കാനുണ്ട്, നാളെ ജോലി ചെയ്യാനുണ്ട്, നാളെ മിനിസ്ട്രി ഉണ്ട്, നാളെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്നത്തെ ഭാരം ഇവിടെ കൊണ്ടുവെക്കണം. ഇന്നത്തെ ആകുലതകൾ, നാളത്തെ ആകുലതകൾ ഈശോ തന്നെ മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നില്ലേ, നാളത്തെ ദിവസം അതിനെക്കുറിച്ച് തന്നെ ആകുലപ്പെട്ടോളും. എന്തായാലും അധ്വാനിക്കണം, എന്തായാലും പഠിക്കണം, എന്തായാലും ഈ കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഈ ഭാരം കൊണ്ട് നടന്നിട്ടുണ്ടല്ലോ നമുക്ക് ഓടാൻ പറ്റത്തില്ല. തോളയിൽ ഒരാളെയും കൂടെ വെച്ചിട്ട് നിങ്ങൾ കയറ്റം കയറുന്നത് ഓർത്ത് നോക്കി, നിങ്ങൾ എന്തായാലും കയറ്റം കയറിയ മുകളിലെത്തുള്ളൂ. തോളയിൽ ഒരാളെയും കൂടെ വെച്ചാലോ? അപ്പൊ അത് ഇറക്കി വെക്കുക, ഈശോ എടുത്ത് ഇറക്കി വെക്കുക. നാളെ പുത്തൻ ഭാരം വരുമായിരിക്കും, നാളെ പുത്തൻ ടെൻഷൻ വരുമായിരിക്കും, നാളെ പുതിയ പ്രൊജക്റ്റുകൾ, നാളെ പുതിയ സങ്കടങ്ങളും കടങ്ങളും രോഗങ്ങളൊക്കെ വരുമായിരിക്കും. നാളെ ദിവസത്തേക്ക് നമുക്കത് നോക്കാം. ആരാ കൂടെ ഉള്ളത്? ഈശോ കൂടെ ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് ഇന്ന് ഇതിലും കൊണ്ട് ഇറക്കി വെക്കുക. ആൻഡ് ബി ഫ്രീ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ ദിവസം ബി ഫ്രീ.